ഈ സ്ഥാപിച്ചിട്ട് KSEB നേരത്തെ പൊയ്ക്കൊണ്ടിരുന്ന ലൈനാണിത്. ഈ ലൈൻ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു. ഞാനൊക്കെ പഠിച്ച സ്കൂളാണ് വർഷങ്ങളായിട്ട്. ഇത് നേരത്തെ മുൻകൂട്ടി പൊയ്ക്കൊണ്ടിരുന്നത് ഈ ഷീറ്റ് ഇവിടെ അടിച്ച് അനധികൃതമായിട്ടാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. ഇവിടുത്തെ മാനേജ്മെന്റും ഇവിടുത്തെ സ്കൂൾ അധികൃതരും ചെയ്തിരിക്കുന്ന വളരെ വളരെ ക്രൂരമായ ഒരു അനാസ്ഥയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ആ കുഞ്ഞിനെ അതിലെ കൂടെ ഇറങ്ങാൻ പറ്റുന്ന രീതിയിലാണ് ഈ സിസ്റ്റം എല്ലാം ഇവിടെ ചെയ്തിരിക്കുന്നത്. ദാരുണമായ ഒരു കൊലപാതകം തന്നെയാണ്. ഈ കുഞ്ഞിനെ ദാരുണമായി കൊന്നിരിക്കുകയാണ്. ഇവിടെ പല പല സംഭവങ്ങൾ ഉണ്ടായിട്ട് ഏത് കമ്മിറ്റി നമ്മൾ ഉന്നയിച്ചാലും ഇതൊന്നും അവർ ബോധത്തിലേക്ക് എടുക്കാറില്ല. മകനോട് പഠിക്കുന്നു? ഇല്ല, എൻ്റെ കുഞ്ഞുങ്ങൾ പുറത്ത് കഴിഞ്ഞാണ്. ഇത് 10 കഴിഞ്ഞ എൻ്റെ കുഞ്ഞ് ഇവിടെ 10 വരെ ഉള്ളൂ. അതുകൊണ്ട് പഠിക്കുന്നില്ല. ഞാനിവിടെ പഠിച്ചതാണ്. ഇത് പണ്ട് മുതലേ ഇവിടെ നടക്കുന്ന ഈ സംഭവങ്ങൾ ഈ രാഷ്ട്രീയ പാർട്ടി ഏറ്റെടുത്തതിന് ശേഷം ഇവിടെ നടക്കുന്ന മൊത്തം നമ്മൾ പറയുമ്പോൾ രാഷ്ട്രീയപരമായിട്ടായി പോകുമെന്ന് പറയും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സ്കൂളിന്റെ കെട്ടിടത്തിൽ നിന്ന്, അത് സ്കൂൾ ക്ലാസ്സിൽ നിന്ന്, സ്കൂളിന്റെ ക്ലാസ്സിൽ നിന്ന് ഈ ഇവിടേക്ക് വൈദ്യുതി ലൈനിലേക്ക് എത്താൻ അധികം ദൂരമില്ല. അവിടേക്ക് എത്തി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു അനാസ്ഥയാണ്. അത് നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ചതാണ്, ആ ദൃശ്യങ്ങൾ സഹിതം പ്രേക്ഷകർക്ക് മുമ്പാകെ എത്തിച്ചതുമാണ്. എന്തുകൊണ്ടാണ് ഇത്ര വലിയൊരു അനാസ്ഥ ഈ സ്കൂളിൽ ഉണ്ടായിട്ടും ഒരു നടപടി വിദ്യാഭ്യാസ വകുപ്പിന്റെ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ട്? സ്വാഭാവികമായും ഈ സ്കൂളിൽ പഠിക്കുന്നവരടക്കം ഉണ്ടാകാം. ഈ സ്കൂളിലാണോ പഠിക്കുന്നത്? ആണോ? ക്ലാസ്സിലാണോ? മിഥുന്റെ ക്ലാസ്സിലാണോ? പേരെന്തോ പറയാ? സഞ്ജയ്. ഇത് സംഭവം രാവിലെ കണ്ടായിരുന്നോ? കണ്ടേ? ഞാൻ വന്ന് നോക്കിയപ്പോ എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നു. അതിനകത്ത് ഇങ്ങനെ തൂങ്ങിയിരിക്കുന്നു. കീറിയപ്പോ സ്ലിപ്പായി അങ്ങനെ. എന്താ പിന്നെ നിങ്ങളാണോ പിന്നെ സാർമാരെയൊക്കെ അറിയിച്ചു? സ്ഥിരമായി കുട്ടികൾ ഇങ്ങനെ മേളിൽ കയറി ചെരുപ്പൊക്കെ വീഴുമ്പോ എടുക്കാറുണ്ടോ? മുഴുവൻ ഇളകിയിരിക്കുക. അത് ഈ വഴിയൊക്കെ സുഖമായി ഇറങ്ങാമല്ലോ. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ആ ഭാഗമാണ്. ഇപ്പോൾ നമ്മളോട് സംസാരിച്ച ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളടക്കമാണ്. നേരത്തെ നമ്മളോട് സംസാരിച്ച സ്കൂളിലെ മറ്റൊരു വിദ്യാർത്ഥിയും ഈ കാര്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. കാരണം വരുന്ന സമയത്ത് അവൻ അവിടെ നിന്ന് ക്ലാസ് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. ഇറങ്ങി ചെരുപ്പെടുക്കുന്നതിനിടയിലാണ് അബദ്ധത്തിൽ ഈ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്ക് ഏൽക്കുന്നത്. തുടർന്ന് അവനെ രക്ഷിക്കാൻ അധ്യാപകർ തന്നെയാണ് ഇവിടേക്ക് എത്തി ഈ മിഥുനെ ഇവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ട് പോകുന്നത്. ആ സമയത്ത് ഈ പലകയടക്കം ഇളക്കിയെടുത്താണ് വിദ്യാർത്ഥിയെ പുറത്തേക്ക് കൊണ്ടുവന്നത് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും സംഭവിച്ചത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത അങ്ങേയറ്റം അനാസ്ഥ എന്ന വാക്ക് അതിനിപ്പോൾ പറഞ്ഞാൽ പോരാ, വേറെന്തെങ്കിലുമൊക്കെയാണ് പറയേണ്ടത്. എന്ന് പറഞ്ഞാൽ ആ ക്ലാസ് മുറിക്കകത്ത് നിന്നും കയ്യെത്തിപ്പിടിക്കാൻ പറ്റുന്ന ദൂരത്തിൽ, അല്ലെങ്കിൽ ഒരു വികൃതിയായ കുട്ടിക്ക് ഒരു കമ്പ് നീട്ടിയാൽ തൊടാവുന്ന രീതിയിൽ കിടക്കുകയാണ് 4 വൈദ്യുതി ലൈൻ. എന്ന് പറഞ്ഞാൽ അതിമാരക പ്രഹരശേഷിയിൽ വൈദ്യുതി കടന്നു പോകുന്ന 4 വൈദ്യുതി ലൈനുകൾ, കുറേയധികം